കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നമ്മുടെ പ്രവർത്തനം അല്ലാഹു അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. SSF സാഹിത്യോത്സവിൻ്റെ 13ാമത് എഡിഷൻ സ്റ്റേറ്റ് ലെവലിൽ ആഘോഷിക്കുകയാണ്. മൂല്യവത്തായ നിരവധി ആശയങ്ങൾ പ്രകടിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ട് ആഹോലാത്രം പരിശ്രമിക്കുകയും ചെയ്ത ചരിത്രം SSFിൻ്റെ മുൻകാല നേതാക്കൾ. വരുന്ന ആളുകളിൽ ഭാരതവും ലോകവും എന്നല്ല നമ്മുടെ സ്റ്റേറ്റും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്, ഇനിയും സാധിക്കാൻ സാധ്യതയുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടി ബഹുമാന്യരായിരിക്കുന്ന SSFിൻ്റെ സ്ഥാനങ്ങൾ ശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം ഓർമ്മിപ്പിക്കുകയാണ്. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിയത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്. ന്യൂനപക്ഷമാണെങ്കിലും ആത്മാർത്ഥതയും അല്ലാഹുവിൻ്റെ പിന്തുണയുമുണ്ടെങ്കിൽ പ്രശ്നങ്ങളിൽ അതിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം അതാണ്. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ. ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവർ ആത്മാർത്ഥതയോടുകൂടി അല്ലാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, SSFിൻ്റെ നേതാക്കളോട്, അവാർഡ് നേടിയതായിരിക്കുന്ന ബഹുമാന്യനായ TT ശ്രീകുമാർ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ, സഹപ്രവർത്തകർ, പത്രപ്രവർത്തകർ മുമ്പിലുണ്ട്. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ലേഖനം, നമ്മുടെ പ്രസംഗം എല്ലാം സത്യത്തിൽ അധിഷ്ഠിതമാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. സ്വാഭാവികമായും നാം നിലകൊള്ളുന്നത് സത്യത്തിന് വേണ്ടിയായിരിക്കും, സാഹോദര്യത്തിന് വേണ്ടിയായിരിക്കും, സമാധാനത്തിന് വേണ്ടിയായിരിക്കും. ഒരിക്കലും മേധാവിത്വം വെച്ചു പുലർത്താനോ അധികാരം സ്ഥിരപ്പെടുത്താനോ ആകരുത്. മുൻകാല പ്രാസംഗികന്മാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പത്രവാർത്തയും മറ്റും നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷം എന്ന് വിശേഷിപ്പിച്ച്, ക്രോക്കോച്ച് എന്ന് അവഹേളിച്ച് വിദ്യാർത്ഥികളെ തരം താഴ്ത്താൻ ശ്രമിച്ചതായിരിക്കുന്ന ജുഡീഷ്യറി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ഉറച്ചു നിന്ന് ആശയത്തിലൂന്നി വിജയത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ട സാഹചര്യത്തിലേക്ക് ഗവൺമെൻറ് തന്നെ പിന്തിരിയുകയാണോ അല്ലെങ്കിൽ നിർബന്ധിതരാകുകയാണോ എന്ന് ചിന്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ട SSFുകാർ, നിങ്ങളാണ് വരുന്ന ആളുകളിൽ ഈ ലോകത്തിൻ്റെ നേതാക്കളായി വിരാജിക്കപ്പെടാൻ പോകുന്നത്. നിങ്ങളിൽ ആരായിരിക്കും നാളെ നേതാവാകുക, നാളെ ഉന്നതങ്ങളിലെത്തുക എന്ന് പ്രവചിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും നിങ്ങളിൽ ഓരോരുത്തരും സത്യത്തിൽ അധിഷ്ഠിതമായതായിരിക്കും ജീവിതം നയിക്കണം. നമ്മുടെ ഗവൺമെൻറ്, പുതിയ ഗവൺമെൻറ് തൂഫാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. നല്ലതാണ്, പക്ഷെ ചെറിയ തൂഫാനാകരുത്. സമൂലമായതായിരിക്കുന്ന തൂഫാനായിരിക്കണം ലക്ഷ്യം വെക്കുന്നത്. അതായിരിക്കണം നടപ്പിലാക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ബുദ്ധിജീവികൾ വളരുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ യുവാക്കളുടെ ബുദ്ധി സ്ഥിരപ്പെടുകയുള്ളൂ, സ്ഥിരത നേടുകയുള്ളൂ. എങ്കിൽ മാത്രമേ സത്യം കണ്ടെത്താൻ അവർക്ക് കഴിയുകയുള്ളൂ. ചെറുത് തളർത്തി വലുതിനെ വികസിപ്പിക്കുന്ന നയം ആര് സ്വീകരിച്ചാലും ഒരിക്കലും SSF അതിന് പിന്തുണ പ്രഖ്യാപിക്കാൻ പാടില്ല.
ചെറുത് അപകടം ചെയ്യുന്നത് പോലെ തന്നെ അതിഗുരുതരമായതായിരിക്കുന്ന അപകടം വലുതും വരുത്തി വെക്കുമെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, വരും നാളുകളിലും അതുണ്ടായാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തനം അല്ലാഹു അംഗീകരിക്കും, സർവശക്തൻ അംഗീകരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ. ആരെങ്കിലും അന്ത്യനാളിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ ഫൽയഖുൽ ഖൈറൻ, നല്ലതേ പറയാം, നല്ലത് മാത്രം, നല്ലതേ ചിന്തിക്കാവൂ, നല്ലത് മാത്രം, നല്ലത് മാത്രമേ എഴുതാവൂ, നല്ലത് മാത്രം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സാഹിത്യ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സമ്മേളനങ്ങൾ, നമ്മുടെ ഉത്സവങ്ങൾ എല്ലാം ഈ സത്യത്തെ നിലനിർത്താൻ വേണ്ടിയായിരിക്കണമെന്ന് ഓർത്തുകയാണ്. ബഹുമാന്യനായ സാഹിത്യ അവാർഡ് ജേതാവ് അതിൻ്റെ തെരഞ്ഞെടുത്ത അദ്ദേഹത്തെ അതിനു വേണ്ടി തെരഞ്ഞെടുത്ത SSFൻ്റെ സാഹിത്യ ജൂറിയെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. നല്ല എഴുത്തുകാർ, സമൂഹത്തിൻ്റെ നെറുകയിൽ വരേണ്ടവർ, അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ ചെയ്ത ശ്ലാഘനീയമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ നാം ശ്ലാഘിക്കുകയും അനുമോദിക്കുകയും അവരെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന നല്ലവർ ഈ സമൂഹത്തിൽ ഇനിയും വളരാൻ സാധ്യതയുണ്ട്. ബഹുമാന്യനായിരിക്കുന്ന രാമനുണ്ടി പോലെയുള്ളതായിരിക്കുന്ന നല്ല എഴുത്തുകാർ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ധാരാളം വേദികളിലും നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളുടെ സ്വന്തം മെമ്പറെ പോലെയാണ്. ഞാനൊരു കാര്യം ഓർക്കുകയാണ്, അല്ല ഓർമ്മിക്കുകയാണ്. പാലക്കാട്ടുകാരനായ ഒരാളുണ്ടായിരുന്നു, ശേഷൻ. നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറായിരുന്നു. എന്നല്ല അദ്ദേഹം ആ രംഗത്ത് ഏറ്റവും മികച്ച കാഴ്ചവെച്ചായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരനുഭവ കഥ എനിക്ക് കേൾക്കാനായി ഇടയായിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഭാര്യ സമേതം യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് കൂരാറ്റക്കൂടി, ചെറിയ കൂരാറ്റ, നമ്മുടെ നാട്ടിൽ പറയുന്ന കൂരി എന്ന് പറയും പാലക്കാട് മേഖലകളിൽ, കൂരാറ്റ, അതിൻ്റെ കൂടുകൾ ദൃശ്യപ്പെട്ടത്. സ്ത്രീകൾക്ക് എപ്പോഴും നല്ലത്, അവർക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടാൽ ഭർത്താവിനോട് ആവശ്യപ്പെടും, അത് വാങ്ങിത്തരണം, ഇത് വാങ്ങിത്തരണമെന്ന്. ഈ കൂരിയാറ്റയുടെ കൂട് കണ്ടപ്പോൾ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, 2 കൂട് നമുക്ക് വേണം. അദ്ദേഹം ഭാര്യയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അവിടെ കണ്ട തെരുവേറിയതായിരിക്കുന്ന കാലി വയ്ക്കുന്ന പയ്യനോട് പറഞ്ഞു, നമുക്ക് 2 കൂട് വേണം. അദ്ദേഹം വിസമ്മതിച്ചു. ശേഷൻ പറഞ്ഞു, വില തരാം, 10 രൂപ തരാം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്നാൽ 100 രൂപ തരാം. അതിനും വിസമ്മതിച്ചു. എങ്കിൽ 500 തരാം. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു അത്രേ. ശേഷൻ പറയുന്നു, 5000 തന്നാലും കൂരാറ്റക്കൂട് ഞാൻ പറിച്ചു തരില്ല. അദ്ദേഹം വിവരദോഷിയായ, അല്ലെങ്കിൽ വിവരമില്ലാത്ത, ഒരു ചരിത്രവും അറിയാത്ത ആ പയ്യൻ പറഞ്ഞു, ഞാനത് പറിച്ചു തരില്ല. ശേഷൻ വലിയ ബിരുദധാരിയാണ്, റാങ്കുള്ളവനാണ്, ഉന്നതങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എങ്കിൽ തന്നെയും അദ്ദേഹത്തോട് പറഞ്ഞത് 5000 തന്നാലും തരില്ല. എന്താ മോനെ നീ അങ്ങനെ ശടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അകത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്, കൂരിയാറ്റയുടെ 2 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഭക്ഷണം തേടിക്കൊണ്ടിട്ട് അമ്മ പറന്നു പോയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ കൂടും കുഞ്ഞും കണ്ടില്ല എങ്കിൽ ആ തള്ളക്കുണ്ടാവുന്ന മനോവേദന നിങ്ങളുടെ 5000-ത്തിനോ 50,000-ത്തിനോ ഒന്നും പോന്നതല്ല. അതുകൊണ്ട് ആ തള്ളക്കിടയെ വേദനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ആ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ശേഷൻ അദ്ദേഹത്തിൻ്റെ കഥയിൽ തുടർന്ന് പറയുന്നു, എൻ്റെ IAS-ഉം IPS-ഉം ഉന്നത ബിരുദവും സ്ഥാനമാനങ്ങളും എല്ലാം നിഷ്പ്രഭമായിപ്പോയി, ചെറുതായിപ്പോയി. ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ ഒന്നുമല്ലാതെ ആയിപ്പോയി. കാരണം ആ കുട്ടിയുടെ മനസ്സിൽ കരുണയുണ്ടായിരുന്നു, വിദ്യാഭ്യാസമല്ല, കരുണയുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലോ ഉയർന്ന വിദ്യാഭ്യാസവും മൂല്യവും ഉണ്ടെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിലും കരുണ വറ്റിപ്പോയത് കൊണ്ടല്ലേ, കൂരിയാറ്റക്കുട്ടിയെ വേദനിപ്പിച്ചുകൊണ്ടാണെങ്കിലും
ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ മുതിർന്നത് ഞാൻ നാണിച്ചു പോയി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഈ കഥ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ അർത്ഥവമായിരിക്കണം, റഹ്മത്തുള്ളതായിരിക്കണം, കരുണയുള്ളതായിരിക്കണം. എഴുത്തുകാരോട്, സാഹിത്യകാരന്മാരോട്, പ്രാസംഗികന്മാരോട് നാം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ കരുണാമയമായതായിരിക്കുന്ന പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇതിലില്ല. ന്യൂനപക്ഷമാണെങ്കിലും നമുക്ക് ഭാവിയിൽ ജയിക്കാൻ കഴിയും എന്ന്. യു ക്യാൻ ചേഞ്ച് ദ വേൾഡ്. നിങ്ങൾക്കും ഈ നാടിന് മാറ്റാൻ കഴിയും. ചെറുതാണല്ലോ ഞങ്ങൾ, ഏകരാണല്ലോ ഞങ്ങൾ എന്നൊരിക്കലും ചിന്തിക്കേണ്ടതില്ല. നമ്മളൊക്കെ നീതിയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും അത് പ്രസംഗിക്കുക മാത്രമല്ല ജീവിച്ചു കാണിക്കുകയും ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ട SSFകാർ നാളെ നിങ്ങൾ മാതൃകാ പുരുഷന്മാരായിരിക്കും. നമ്മുടെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത് ഇർഹമൂ മൻ ഫിൽ അർദ്. ലോകത്തുള്ള സർവ്വർക്കും നിങ്ങൾ കരുണ ചെയ്യണം. ആരായിരുന്നാലും, കരുണ ആവശ്യമുള്ള ആരായിരുന്നാലും അവർക്ക് മുഴുവൻ നിങ്ങൾ കരുണ ചെയ്യണം. വിഷമിച്ച നായക്ക് വെള്ളം കൊടുത്തു എന്ന കാരണം കൊണ്ട് സ്വർഗം പ്രാപിച്ചു എന്ന് ചരിത്രത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വാക്കും വരെയും പ്രസംഗവും പ്രബന്ധവും കരുണയ്ക്ക് വേണ്ടിയായിരിക്കണം, നീതിക്ക് വേണ്ടിയായിരിക്കണം. കരുണ ആഗ്രഹിക്കുന്നവരാരോ ഹിന്ദുവായിരുന്നാലും മുസ്ലിമായിരുന്നാലും മനുഷ്യരായിരുന്നാലും മൃഗമായിരുന്നാലും മനുഷ്യേതര ജീവികളായിരുന്നാലും വൃക്ഷങ്ങൾക്ക് പോലും കരുണ ചെയ്യുന്ന ചരിത്രമാണ് ഇസ്ലാമിനുള്ളത്. മഹത്തായതായിരിക്കുന്ന ഈ യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെടുകയും പ്രസംഗിക്കപ്പെടുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന കാലമാണ് ഇന്ന് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന്, മുമ്പിലുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അവാർഡ് ജേതാവ്